ടീം എല്ലാവർക്കും നമസ്കാരം. ഇത് ബീഫ് റോസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് പഴംപൊരിയാണ്. നിങ്ങൾക്ക് ഇറക്കി കാണിച്ചു കൊടുത്തപ്പോൾ ഞാൻ കിളിക്കണം സൗണ്ട് എന്നാലും ഇപ്പം ഉണ്ടാക്കിയ സാധനമാണ് രണ്ടും. ഇത് ആർക്ക് കൊടുക്കാനാകുമ്പോൾ നമുക്ക് രാവിലെ തന്നെ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ഉണ്ടാക്കിയേക്കുന്നത് ബീഫ് കറിയും പഴംപൊരി താരക്ക് കൊടുത്തതുകാരാണ്. താരക്ക് കൊടുത്താലും നമുക്കിത് ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് കാണണ്ടേ. അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ട് നമുക്ക് താരക്ക് കൊണ്ടേ കൊടുക്കാം. കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കറിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായ ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ബീഫ് മസാല ഇതെല്ലാം ഇതുപോലെ അങ്ങോട്ട് ഇട്ടങ്ങോട്ട് ഇളക്കണം കേട്ടോ. നല്ല ശരിക്കും എണ്ണയ്ക്കിറങ്ങാണ്ട് മുരിയണം കേട്ടോ. കരിഞ്ഞു പോകരുതട്ടോ ടീമേ. നമ്മൾ 1 കിലോ പോത്തിറച്ചിയാണ്ട് എടുത്തേക്കണം. നല്ല മീഡിയം കഷ്ണങ്ങളാക്കി എടുത്തേക്കണേണ്. എല്ലോട് കൂടിയുണ്ട്. അത്യാവശ്യം നെയ്യൊക്കെ വേണം കേട്ടോ. എന്നാലും ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്ക് ആ മസാലയിലേക്ക് ഈ പോത്തിറച്ചിയും കൂടി ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കാട്ടെ. ഇളക്കി ശരിക്ക് ഒന്ന് ചൂടാകണവരെ ഒന്ന് ഇളക്കണം കേട്ടോ. പിടിക്കാതെ മസാല പിടിക്കണവരെ അങ്ങോട്ട് ഇളക്കുക. അതിനുശേഷം നമുക്ക് സവാളയും പച്ചോളവും വേപ്പിലയും ഇട്ട് കൊടുക്കാം കേട്ടോ. സവാള ഇങ്ങനെ വട്ടത്തിൽ അരിയണം. 2 വലിയ സവാള ഉണ്ട്. വെളുത്തുള്ളി ഇഞ്ചിയും കുനുകുനായിരുന്നത്. പിന്നെ ആവശ്യത്തിന് തക്കാളി, കല്ലുപ്പ് പാകത്തിന്. പിന്നെ കൊച്ചിക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങാട്ടും ഇങ്ങാട്ടൊക്കെ അങ്ങോട്ട് ഇളക്കുക കേട്ടോ. അടിയിൽ തീ കത്തിച്ചിട്ടുണ്ടോ. അത് ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കുക. ഇതുണ്ട് മസാല പിടിക്കണണ്ട. സ്വല്പം വെള്ളം ഒഴിക്കുക. ആവശ്യമില്ല, ബീഫിൽ വെള്ളമുണ്ട്. അതുകൊണ്ട് നമുക്ക് പൂട്ടി വെച്ചിട്ട് ഒരു 10 വിസിൽ. ബീഫ് ഉണ്ടാക്കുന്ന ഞാനാണെങ്കിലും പഴംപൊരി ഉണ്ടാക്കുന്ന അമ്മച്ചിയാണ് കേട്ടോ. അമ്മച്ചി ഉണ്ടാക്കുന്ന പഴംപൊരി എന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് മേടിച്ചാൽ ടേസ്റ്റ് കിട്ടില്ല. അടിപൊളി ചെറിയ ചെറിയ പഴംപൊരി ഉണ്ടാക്കണം. കിളിങ്ങും കിളിക്കട്ടം പോലെ. 10 വിസിൽ പഠിച്ച് ആവിയും പോയതിന് ശേഷം കൊണ്ട് തുറന്ന് നോക്കണം. കറക്റ്റ് പാകമല്ലോ ടീമേ. ആ ഗ്രേവിയൊക്കെ ഉണ്ടാ. പോത്തിറച്ചിയിൽ നെയ്യും എല്ലാം ഉള്ളത് കൊണ്ടാണ് ഈ ഒരു ഭംഗി. തട്ടുകടയിൽ കിട്ടൂല കേട്ടോ ഇങ്ങനത്തെ ഒരു ബീഫ് റോസ്റ്റ്. സിമ്പിൾ റെസിപ്പിയാണ്. നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ നമ്മൾ താരക്ക് കൊടുക്കാൻ വേണ്ടി പാർസൽ ചെയ്യണേ കേട്ടാ. പഴംപൊരി അമ്മച്ചി വെക്കുന്നുണ്ട്, ബീഫ് റോസ്റ്റ് ഞാനും വെക്കുന്നുണ്ട് കേട്ടോ. നല്ല ചൂടോടുകൂടിയുണ്ട് രണ്ടും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഉണ്ടാക്കിയത് ഉച്ചയായിട്ട് കൊണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിൽ നിന്ന് കുറച്ച് പഴംപൊരിയൊക്കെ കൊടുക്കണേന്ന് മുമ്പ് തീരും കേട്ടോ. അപ്പോൾ സാധനം സെറ്റായി. ഇനി കൊണ്ട് കൊടുത്താലോ. അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റും വേണ്ട പഴംപൊരിയും കൊണ്ടുവന്നിട്ടുണ്ട്. കൂടെയുള്ള ആരെ നോക്കിയേ താരക്ക് കൊണ്ടുവന്ന് കൊടുക്കണേ ഉണ്ടാ. താരക്ക് ഇപ്പം തന്നെ കഴിക്കണമെന്ന് എന്നൊന്നും കഴിച്ചു നോക്കിയേ. ഗ്രേവി ശരിക്കും രാവിലെ ഞാൻ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഒരു പ്രോഗ്രാമിന് വേണ്ടി പോയി ചെയ്യും. ഉച്ച ഇവിടെ എത്തിയപ്പോൾ എങ്ങനെയുണ്ട് ഞാൻ കഴിക്കണേ അതിൻ്റെ സ്റ്റൈല് ഇതണ്ട. എല്ലാം ഇപ്പോഴും എന്തെങ്കിലും പറയുകയാണെങ്കിൽ പറഞ്ഞോ. നന്നായിട്ടുണ്ട്. ഞാനുണ്ടാക്കിയത്. വീഡിയോ വരുമ്പോൾ കാണാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.